Good morning. 9th Standard Maths Unit 1 സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തെ പേജ് നമ്പർ 18 ആറാമത്തെ കണക്ക്. ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ് എങ്കിൽ രണ്ടക്ക സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ രണ്ടക്ക സംഖ്യയിൽ 2 അക്കങ്ങളുണ്ടാകും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും 10ാം സ്ഥാനത്തെ അക്കവും. നമുക്കിവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സ് എന്നും 10ാം സ്ഥാനത്തെ അക്കം വൈ എന്നും എടുക്കാം. അപ്പോൾ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? ഇപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ 25 ആണ് എന്ന് വിചാരിക്കാം. 25 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5ആണ്, 10ാം സ്ഥാനത്തെ അക്കം 2ആണ്. അപ്പോൾ 25 കിട്ടണമെങ്കിൽ ഈ 10ാം സ്ഥാനത്തെ അക്കത്തിനോട് 10 ഗുണിക്കണം. 2 ഗുണിക്കണം 10 കൂട്ടണം 5ആണ്. 2 ഗുണിക്കണം 10 കൂട്ടണം 5ആണ് 25. അതായത് 2 10 20, 20 കൂട്ടണം 5 25. അപ്പോൾ ഈ 10ാം സ്ഥാനത്തെ അക്കത്തിനോട് 10 ഗുണിച്ചിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ രണ്ടക്ക സംഖ്യ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടക്ക സംഖ്യ 10ാം സ്ഥാനത്തെ അക്കം വൈ ആണ്. അപ്പോൾ 10 ഗുണിക്കണം വൈ, 10 വൈ കൂട്ടണം എക്സ് ആണ് രണ്ടക്ക സംഖ്യയായിട്ട് വരുന്നത്. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സ്, 10ാം സ്ഥാനത്തെ അക്കം വൈ. ഈ 10ാം സ്ഥാനത്തെ അക്കത്തിനെ 10 കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂട്ടുമ്പോഴാണ് അത് ആ രണ്ടക്ക സംഖ്യ കിട്ടുക. അപ്പോൾ രണ്ടക്ക സംഖ്യ സമം 10 വൈ കൂട്ടണം എക്സ്. ഇതാണ് നമ്മളുടെ രണ്ടക്ക സംഖ്യ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടക്ക സംഖ്യ 10 വൈ പ്ലസ് എക്സ് സമം അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങ്. അതായത് 6 ഗുണിക്കണം എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ആണ് അക്കങ്ങളുടെ തുക. അപ്പോൾ അതിൻ്റെ 6 മടങ്ങ് എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം എക്സ് പ്ലസ് വൈ. അപ്പോൾ 10 വൈ പ്ലസ് എക്സ് സമം നമുക്കെങ്ങനെ എഴുതാം? 6 ഗുണിക്കണം എക്സ് പ്ലസ് വൈ എന്നുള്ളത് 6x 6 ഗുണിക്കണം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം എക്സ് കൂട്ടണം 6 ഗുണിക്കണം വൈ ആണല്ലോ. അപ്പോൾ 6x കൂട്ടണം 6y എന്നെഴുതാം. ഇനി നമുക്ക് ഈ 6y ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ, സമത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ ഈ പ്ലസ് എക്സിനെ സമത്തിൻ്റെ ഈ ഭാഗത്തേക്കും കൊണ്ടുപോകുക. അപ്പോൾ ഈ 6y, ഈ പ്ലസ് 6yനെ ഈ ഭാഗം കൊണ്ടുവരുമ്പോൾ മൈനസ് 6y ആവും. അപ്പോൾ 10y മൈനസ് 6y സമം എന്തെഴുതാം? 6x. ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വൈ, 6x മൈനസ് വൈ എന്നെഴുതാൻ പറ്റും. 10 വൈയിൽ നിന്ന് 6 വൈ കുറച്ചാൽ 4 വൈ. 4 വൈ സമം 6xൽ നിന്ന് എക്സ് കുറച്ചാൽ 5x. അപ്പോൾ 4 വൈ സമം 5x എന്നെഴുതാം. 4 വൈയും 5xും തുല്യമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 4 വൈ സമം 5x അല്ലെങ്കിൽ 5x സമം 4 വൈ ആണ്. ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0 ആയിരിക്കുമല്ലോ കിട്ടുക. രണ്ട് സംഖ്യകൾ തുല്യമാണെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചാൽ 0 കിട്ടുക. അപ്പോൾ 3 തുല്യമാണ്. 3ൽ നിന്ന് 3 കുറച്ചാൽ 0. അതുപോലെ തന്നെ ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0 കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 5x മൈനസ് 4y സമം 0 എന്നെഴുതാം. 5x മൈനസ് 4y സമം 0 എന്നെഴുതാം. ഇത് 4y മൈനസ് 5x സമം 0 എന്ന് എഴുതിയാലും ശരിയാണ്. പക്ഷേ 5 വലിയ സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ ഈ 5xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 5x മൈനസ് 4y സമം 0
അത് ഒന്നാമത്തെ സമവാക്യമാക്കി എടുക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. ഇവിടെ 25 അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എങ്ങനെയാണ് കിട്ടുക? 52 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ, ഇവിടെ രണ്ടക്ക സംഖ്യ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 10y + x എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എക്സിനെ ഈ 10ാം സ്ഥാനത്തേക്കും വൈയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പോൾ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10x എന്ന് എഴുതാം. 10y + x എന്നുള്ളതിനെ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 10x + y എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സംഖ്യ, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അപ്പം 10x + y, 10x + y സമം അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതൽ. 4 ഗുണിക്കണം അക്കങ്ങളുടെ തുക x + y, അതിനേക്കാൾ 9 കൂടുതൽ, കൂട്ടണം 9 എന്നെഴുതാൻ പറ്റും. അപ്പോൾ 10x + y സമം നമുക്ക് എന്തെഴുതാൻ പറ്റും? 4 ഗുണിക്കണം x + y എന്നുള്ളത് 4x കൂട്ടണം 4y എന്നെഴുതാം, കൂട്ടണം 9. ഇനി ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, അതുപോലെ ഈ +y-നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ചിഹ്നം മാറും. അപ്പോൾ 10x ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4y 4x എന്നാവും. 10x - 4x സമം ഇവിടെ എന്തെഴുതാം? ഇവിടെ 4y, ഈ 4y ഇവിടുത്തെ y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -y, 4y - y കൂട്ടണം 9 എന്നെഴുതാം. 10xൽ നിന്ന് 4x കുറച്ചാൽ 6x, 6x സമം 3yൽ നിന്ന് 4yൽ നിന്ന് y കുറച്ചാൽ 3y കൂട്ടണം 9 എന്നെഴുതാം. ഇനി നമുക്ക് ഈ 3y ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ +3y ഇവിടെ എത്തുമ്പോൾ -3y ആവും. അപ്പോൾ 6x - 3y സമം 9 എന്നെഴുതാം. ഇത് രണ്ടാമത്തെ സമവാക്യമാക്കി എടുക്കാം. 6x - 3y സമം 9. ഇനി ഈ സമവാക്യത്തെ നമുക്കൊന്ന് ചെറുതാക്കാൻ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. എല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. ഈ സമവാക്യത്തെ ചെറുതാക്കാൻ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഈ രണ്ടാമത്തെ സമവാക്യത്തെ ഒന്ന് ചെറുതാക്കാൻ 3 കൊണ്ട് ഹരിക്കുക. അതാണ് ഇക്വേഷൻ നമ്പർ 2നെ 3 കൊണ്ട് ഹരിക്കുക. ഹരിക്കണം 3. അപ്പോൾ 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, 3 2ആണല്ലോ 6. അപ്പോൾ 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2. അപ്പോൾ 6x ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 2x മൈനസ് ഈ 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആണ് കിട്ടുക. ഒരു y എന്നുള്ളത് y മാത്രം എഴുതിയാൽ മതി. ഈക്വൽസ് 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് ചെറുതാക്കി എഴുതി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്. 2x - y സമം 3 എന്ന് വരും. അത് രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ. ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 5x - 4y സമം 0. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. 5x - 4y സമം 0. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇത്, ഒന്നാമത്തെ ഇക്വേഷൻ ഇത്. അപ്പോൾ നമുക്ക് ഇതിനെ എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും വൈനെയോ എക്സിനെയോ തുല്യമാക്കാൻ നോക്കാം. ഇവിടെ -y ആണ്, ഇവിടെ -4y ആണ്. ഇതിനെ തുല്യമാക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4y വരും, ഇവിടെ 4y. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കാം. ഇക്വേഷൻ 2 ഗുണിക്കണം 4. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 2 8x മൈനസ് ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4y.
സമം ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 12. ഇത് മൂന്നാമത്തെ ഇക്വേഷനാക്കി എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അത് നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവിടെ ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. 8x - 4y = 12 എന്നതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ 5x - 4y = 0 എന്നതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. 8xൽ നിന്ന് 5x കുറച്ചാൽ 3x, -4yയിൽ നിന്ന് -4y കുറച്ചാൽ 0 ആണ് വരിക, അത് എഴുതുന്നില്ല. 12ൽ നിന്ന് 0 കുറച്ചാൽ 12. അപ്പോൾ 3x = 12 എന്ന് കിട്ടും. 3x = 12 എന്ന് കിട്ടുമ്പോൾ x = 12 ഹരിക്കണം 3 = 4. അപ്പോൾ x = 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ. 2x - y = 3 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 2x - y = 3. അപ്പോൾ 2x - y = 3, അത് 2x - y = 3 എന്നതായിരുന്നു ഇക്വേഷൻ. ഞാൻ 2x + y = 3 എന്ന് എഴുതി ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് തെറ്റ് മനസ്സിലായത്. 2x - y എന്ന് എഴുതുന്നതിന് പകരം +y എഴുതിപ്പോയി. അപ്പോൾ ഞാനത് കുത്തിയതാണ്. ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഇങ്ങനെ ഒരൊറ്റ വര ഇട്ടാൽ മതി. അത് ഒട്ടാകെ നമ്മൾ കുത്തി പരക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആദ്യം ചെയ്ത മുഴുവൻ കുത്തിയിട്ട് മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ അവസാനം നിങ്ങൾ കണക്ക് ക്രിയ ചെയ്ത് അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നുപോയി അത് പിന്നെ ചെയ്യാൻ കഴിയാതെയായി വന്നാൽ നിങ്ങൾ ആദ്യം മുതലുള്ള കണക്കുകളൊന്നും കുത്തിക്കളയരുത്. അത് അതുപോലെ അവിടെ വെച്ചാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ആകെ കുത്തിപ്പരക്കരുത്. ഒരൊറ്റ തെറ്റ് പറ്റിയെന്ന് തോന്നിയ സ്ഥലത്ത് വരയിട്ടിട്ട് മാറ്റി ചെയ്യുക. അല്ലെങ്കിൽ അവസാനം ക്രിയ മനസ്സിലാവാതെ വന്നാൽ ആ ചെയ്തത് അതുപോലെ അവിടെ വെക്കുക. അപ്പോൾ 2x - y = 3 എന്നാണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ വില 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വില 4 കൊടുക്കാം. 2 × 4 - y = 3. 2 × 4 8. 8 - y = 3. അപ്പോൾ 8 - y = 3 ആണ്. അപ്പോൾ 8 - 3 = y ആയിരിക്കും. 8ൽ നിന്ന് y കുറച്ചാലാണ് 3 കിട്ടുക. അപ്പോൾ y കിട്ടാൻ 8ൽ നിന്ന് y കുറച്ചാൽ 3 കിട്ടുമെങ്കിൽ y കിട്ടാൻ എന്ത് ചെയ്യണം? 8ൽ നിന്ന് y കുറച്ചാൽ 3 കിട്ടുമെങ്കിൽ y = 8 - 3 ആയിരിക്കും. 8 - 3 = y എന്ന് എഴുതാം. y = 8 - 3 5. അപ്പോൾ y = 5. ഇവിടെ x = 4 എന്ന് കിട്ടിയിട്ടുണ്ട്. x = 4ഉം y = 5ഉം. ഒറ്റയുടെ സ്ഥാനത്തേക്കാം x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 10ാം സ്ഥാനത്തേക്കാം y ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തേക്കാം x = 4, y = 10ാം സ്ഥാനത്തേക്കാം y 5. അപ്പോൾ സംഖ്യ = 54. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 18 തന്നെ 7ാമത്തെ കണക്ക്. ചോദ്യം: 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ 2 സംഖ്യകളുണ്ട് ഇവിടെ, ആദ്യ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും. അപ്പോൾ ആദ്യ സംഖ്യ = x എന്ന് എഴുതാം. ആദ്യ സംഖ്യയാണ്, ആദ്യ സംഖ്യ x, രണ്ടാമത്തെ സംഖ്യ y. ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ സംഖ്യ x നോട് 11 കൂട്ടിയപ്പോൾ x + 11 =
രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്, രണ്ടാമത്തെ സംഖ്യ y, അപ്പോൾ അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2y. അപ്പോൾ എക്സ് പ്ലസ് 11 സമം 2y എന്ന് എഴുതാം. ഇതിൽ എക്സ് സമം എന്തായിരിക്കും? എക്സ് സമം 2y, 2yയിൽ നിന്ന് ഈ 11 കുറയ്ക്കാം, 2y മൈനസ് 11. ഇത് നമുക്ക് ഒന്നാമത്തെ സമവാക്യമാക്കി എടുക്കാം. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേതിനോട്, രണ്ടാമത്തെ സംഖ്യ y ആണ്, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയോട് 20 കൂട്ടിയപ്പോൾ y പ്ലസ് 20 സമം ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങ്, ഒന്നാമത്തെ സംഖ്യ x, അതിൻ്റെ 2 മടങ്ങ് 2x. അപ്പോൾ നമുക്ക് y പ്ലസ് 20 സമം 2x എന്ന് എഴുതാം. അത് രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യത്തിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഈ എക്സിൻ്റെ വില കൊടുത്താൽ മതി. ഈ ഇവിടെ എക്സ് എന്നെഴുതിയതിന് പകരം എക്സിൻ്റെ വില 2y മൈനസ് 11 ആണല്ലോ, അത് കൊടുക്കുക. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ y പ്ലസ് 20 സമം എന്തെഴുതാം? 2x എന്ന് പകരം 2 ഗുണിക്കണം എക്സിൻ്റെ വിലയായ 2y മൈനസ് 11 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇതൊന്ന് എഴുതിയതാണ്. y പ്ലസ് 20 എന്നുള്ള 20 പ്ലസ് y എന്ന് എഴുതി. 20 പ്ലസ് y സമം എന്തെഴുതാം? 2 ഗുണിക്കണം 2y, 4y മൈനസ് 2 ഗുണിക്കണം 11, 22. ഇനി നമുക്ക് സംഖ്യയെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. മൈനസ് 22നെ സമത്തിൻ്റെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് 22 ആവും. അതുപോലെ പ്ലസ് y അവിടെ കൊണ്ടുപോയാൽ മൈനസ് y ആവും. അപ്പോൾ 20 കൂട്ടണം 22 സമം എന്തെഴുതാം? 4y മൈനസ് y. മൈനസ് y കിട്ടുന്നത് ഈ y ഇവിടെ കൊണ്ടുവരുമ്പോഴാണ്. 20 കൂട്ടണം 22, 42. 42 സമം 4yയിൽ നിന്ന് ഒരു y കൊടുക്കുമ്പോൾ 3y. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചെഴുതാം. 3y സമം 42 എന്നെഴുതാം. അതിൽ നിന്ന് y കണ്ടുപിടിക്കാം. y സമം 42 ഹരിക്കണം 3, 42/3 സമം 14. y സമം 14 എന്ന് കിട്ടി. ഇനി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് y പ്ലസ് 20 സമം 2x എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ സമവാക്യത്തിൽ. y പ്ലസ് 20 സമം 2x ആണ്. അവിടെ നമുക്ക് y പ്ലസ് 20 സമം 2x, അതിൽ വൈയുടെ വില കൊടുക്കുക. y സമം 14 ആണല്ലോ, അപ്പം വൈക്ക് പകരം 14 എന്ന് കൊടുക്കുക. 14 കൂട്ടണം 20 സമം 2x എന്ന് എഴുതാം. 14 കൂട്ടണം 20, 34. 34 സമം 2x. അപ്പോൾ അത് നമുക്ക് തിരിച്ചെഴുതിയാൽ 2x സമം 34 എന്ന് എഴുതാം. 2x സമം 34. അതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. x സമം 34/2. 34/2 സമം 17. അപ്പോൾ x സമം 17 എന്നും y സമം 14 എന്നും കിട്ടി. ഒന്നാമത്തെ സംഖ്യ ആണല്ലോ x. ഒന്നാമത്തെ സംഖ്യ സമം 17, രണ്ടാമത്തെ സംഖ്യ സമം 14. ഇതോടുകൂടി ഈ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. ഒന്നാമത്തെ യൂണിറ്റ് സമവാക്യ ജോഡികൾ കഴിഞ്ഞു. താങ്ക് യു.